ഹായ് ഓൾ. അപ്പോൾ നമ്മൾ എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നത് അറിഞ്ഞല്ലോ. നമ്മുടെ ഡിഗ്രി പ്രിലിംസിൻ്റെ ഡേറ്റ് എന്ന് പറയുന്നത് എന്നാണ്? മെയ് 2-ാം തീയതിയാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനൊക്കെ മെസ്സേജ് വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ പഠനം മുറുക്കേണ്ട സമയം ആയിട്ടുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി വെറും 2 മാസം മാത്രമേ നമുക്ക് പഠിക്കാനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യുക, എല്ലാവരും ഒന്നുകൂടെ നന്നായിട്ട് ആഞ്ഞ് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഒരുപാട് പേര് പഠനത്തിൽ ഉഴപ്പൊക്കെ വന്നിട്ടുണ്ട് എന്നറിയാം. പക്ഷേ ഇനിയും നമ്മൾ ഇങ്ങനെ നീട്ടി വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും എവിടെയും എത്താൻ പറ്റൂല. അപ്പോൾ ഓരോ സമയവും നമുക്ക് വേണ്ടപ്പെട്ടതാണ്. നമുക്ക് പഠിക്കാനുള്ള സമയമാണെന്ന് വിചാരിച്ചിട്ട് പഠിക്കുന്നവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? പെട്ടെന്ന് റാങ്ക് ലിസ്റ്റിലൊക്കെ കയറാൻ പറ്റും. അല്ലാതെ എക്സാമിൻ്റെ ഒരു 2-3 ആഴ്ച മുന്നേ എക്സാം നമ്മുടെ ഡേറ്റ് ആയി, ഇനി ഒന്ന് ഇതാക്കണം എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം അത്രയും PSC എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നോക്കാനായിട്ടുണ്ട് അല്ലേ, പഠിക്കാനായിട്ടുണ്ട്. അപ്പോൾ എവിടുന്നാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും ഒരു കൃത്യമായിട്ട് എത്ര സിലബസ് ഉണ്ട് എന്ന് പറഞ്ഞാലും ആ സിലബസിനപ്പുറമൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് മുന്നോട്ട് പോകുന്നവർക്ക്, അതായത് സിലബസിലുള്ളത് ആദ്യം തീർത്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ബാക്കിയുള്ളതിലേക്ക് പോയാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ എന്നാലും പഠിച്ച് തീരാത്തൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഓരോ ദിവസവും നമ്മൾ പഠനത്തിൽ അത് മനസ്സിൽ വേണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, എപ്പോഴും ഒരു കൃത്യമായിട്ട് ഓരോരോ കാര്യങ്ങളും ഒരു പറ്റുകയാണെങ്കിൽ ചെറിയ ടൈം ടേബിളൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ ഇപ്പോൾ നമ്മളൊരു ടൈം ടേബിൾ തരികയാണെങ്കിൽ അത് എല്ലാവർക്കും ആ ഒരു ടൈം ടേബിൾ എന്താവണമെന്നില്ല, പറ്റണം എന്നില്ല. കാരണം നമ്മൾ മുമ്പത്തെ പോലെ 10-ാം ക്ലാസ്സിലോ അല്ല പ്ലസ് ടുവിലോ ഡിഗ്രിയിലോ ഒന്നും അല്ല നോക്കുന്നത്. അപ്പോൾ നമുക്ക് സമയം എന്ന് പറയുന്നത് പല ആളുകൾക്കും എപ്പോഴാണ് സമയം ഉള്ളത് എന്നുള്ളത് പറയാൻ പറ്റൂല. വീട്ടമ്മമാരും അതുപോലെ ജോലിക്കാരും എല്ലാം അല്ലേ, ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഒക്കെ എല്ലാവരും തിരക്കിലാണ് അല്ലേ. അതിനിടയിലാണ് ഈ PSC നോക്കുന്നത്. അല്ലാതെ അതിനായിട്ട് സമയം മാറ്റി വെക്കാൻ പറ്റുന്നവർ വളരെ ചുരുക്കം പേരേ ഉള്ളൂ. അപ്പോൾ ടൈം ടേബിൾ അവനവൻ എന്ത് ചെയ്യുക, റെഡിയാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ മോർണിംഗിലുള്ള പഠനം എന്ന് പറയുമ്പം അത് ഏറ്റവും നല്ലൊരു സമയമാണ് കേട്ടോ. എപ്പോഴും എന്ത് ചെയ്യുക, ചിലർ പറയും എനിക്ക് രാത്രി പഠിക്കാൻ കഴിയുള്ളൂ, രാവിലെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെന്നൊക്കെ പറയും. പക്ഷേ ഒരു ദിവസം രാത്രി കുറച്ച് നേരത്തെ ഉറങ്ങി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഒരു 2-3 ദിവസം എങ്ങനെയെങ്കിലും രാവിലെ എഴുന്നേറ്റ് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, 3 ദിവസം നോക്കിയിട്ട് പിന്നെ പറ്റില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, രാത്രിയുള്ള പഠനം നോക്കിയാൽ മതി. അല്ലാതെ ഈ രാത്രി നിങ്ങൾ പഠിക്കുന്നതിൻ്റെ എത്രയോ മടങ്ങ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാവിലെ പഠനത്തിൽ കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയും പറ്റില്ല ഉണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്താൽ മതി, രാത്രിയുള്ള പഠനം നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി സമയം, അതായത് നമുക്ക് പഠനത്തിൽ ഉഴപ്പാനുള്ള സമയമല്ല, അത്രയും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എഫേർട്ട് എടുക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പോവാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കുക. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം ഏത്? ഓക്കെ, ആദ്യമൊക്കെ കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും. പിന്നെ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടെ ഡീപ്പ് ലെവലിലൊക്കെ നോക്കാം. ഓക്കെ, കേരളത്തിൻ്റെ ഔദ്യോഗിക മരം എന്ന് പറയുന്നത് ഏതാണ്? ഇതിലേതാണ്? ഓപ്ഷൻ B ആണ് അല്ലേ. ഏതാണ്? തെങ്ങാണ് അല്ലേ. കേരളത്തിൻ്റെ ഔദ്യോഗിക മരം എന്ന് പറയുന്നത് ഏതാണ്? തെങ്ങാണ്. ഓക്കെ, അപ്പോൾ ഈ തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയോ? തെങ്ങിൻ്റെ ശാസ്ത്രീയ നാമം കോക്കസ് ന്യൂസിഫറ അല്ലെ.
കോക്കസ് ന്യൂസിഫറ എന്നുള്ളതാണ് തെങ്ങിന്റെ രാസനാമം. ഓക്കെ, തെങ്ങിന്റെ എന്താണ് രാസനാമം, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എന്താണ്? കോക്കസ് ന്യൂസിഫറ. ഓക്കെ, ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് കോക്കസ് ന്യൂസിഫറയാണ്. ഓക്കെ, അപ്പൊ അത് കിട്ടുമല്ലോ. ഇനി എന്താണ് നമ്മുടെ കേരളത്തിന്റെ ഔദ്യോഗിക ഫലം എന്ന് പറയുന്നതാണ് ഏതെന്ന് പറയുന്നത്? ചക്ക, അല്ലെ? ചക്ക എന്ന് പറയുന്നത് എന്താണ്? ഔദ്യോഗിക ഫലമാണ്. ഇതിന്റെ ശാസ്ത്രീയ നാമം ചോദിക്കുകയാണെങ്കിൽ ആർട്ടോകാർപ്പസ് ഹെട്രോഫിലസ്. എന്താണ്? ആർട്ടോ കാർപ്പസ് ആർട്ടോകാർപ്പസ് പിന്നെന്താണ്? ഹെട്രോഫിലസ് കേട്ടോ. എന്താണ്? ഹെട്രോഫിലസ് ആണ് എന്നുള്ളത് കൂടെ ഓർത്തു വെച്ചേക്കുക. അപ്പോ എന്താ ഔദ്യോഗിക പുഷ്പം ഏതാണ്? അത് കണിക്കൊന്നയാണ്, അല്ലെ? കണിക്കൊന്നയുടെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയോ? അത് കാഷിയ ഫിസ്റ്റുല. എന്താണ്? കാഷിയോ ഫിസ്റ്റുല. അതുപോലെ ഔദ്യോഗിക മൃഗം എന്ന് പറയുന്നത് ആനയാണ്. ഏതാണ്? ആന, അല്ലെ? അപ്പൊ ആനയുടെ ശാസ്ത്രീയ നാമം എന്താണ്? ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ്. എന്താണ്? എലിഫസ് മാക്സിമസ് ഇൻഡിക്കസ് ആണ് ഇതെന്ന് പറയുന്നത് ആനയുടെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്. പിന്നെ ഔദ്യോഗിക മൃഗം ആന എന്ന് പറഞ്ഞു. ഔദ്യോഗിക മത്സ്യം ഏതാണെന്നറിയോ? അത് കരിമീനാണ്. പിന്നെ ഔദ്യോഗിക ഗാനം ഏതാ? ഔദ്യോഗിക ഗാനം അറിയോ? ജയ ജയ കേരള കോമളധരണി എന്ന് പറയുന്നതാണ് ഔദ്യോഗിക ഗാനം എന്ന് പറയുന്നത്. ഔദ്യോഗിക പാനീയം ഏതാണെന്നറിയോ? ഔദ്യോഗിക പാനീയം അത് ഇളനീരാണ്, അല്ലെ? ഏതാണ്? ഇളനീരാണ്. ഔദ്യോഗിക ശലഭം ഏതാ? ശലഭം ബുദ്ധമയൂരി, അല്ലെ? ഏതാണ്? ഔദ്യോഗിക ശലഭം എന്ന് പറയുന്നത് ബുദ്ധമയൂരിയാണ്. പിന്നിപ്പോ എന്താണ്? പക്ഷി ഉണ്ടല്ലോ, ഔദ്യോഗിക പക്ഷി. അതേതാണ്? മലമുഴക്കി വേഴാമ്പൽ, അല്ലെ? മലമുഴക്കി വേഴാമ്പലാണ് ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത്. അതിന്റെ ശാസ്ത്രീയ നാമം എന്താണെന്നറിയോ? ബുസൈറോസ് ബൈക്കോർണിസ്. എന്താണ്? ബുസൈറോസ് ബൈക്കോർണിസ് ആണ് ഏതിന്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത്? നമ്മുടെ മലമുഴക്കി വേഴാമ്പലിന്റെ ശാസ്ത്രീയ നാമം ബുസൈറോസ് ബൈക്കോർണിസ് ആണെന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി ഉഭയജീവി ഏതാണെന്നറിയോ? അത് പാതാള തവളയാണ്. ഔദ്യോഗിക ഉഭയജീവി എന്ന് പറയുന്നത് പാതാള തവള. ഏതാണ്? പാതാള തവള. ഇനി അതിന്റെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. നാസിക ബെട്രാക്കസ് സഹ്യാദ്രൻസിസ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. അപ്പോ അങ്ങനെയാണ് എന്തെന്ന് പറയുന്നത് ഈ ഒരു ക്വസ്റ്റ്യനുമായി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ നമുക്ക്? ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണ്? ഏതാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്നറിയോ? ഇവിടെ ഓപ്ഷൻ നോക്കുക. ഏതൊക്കെയുണ്ട്? ബാംഗ്ലൂർ ഉണ്ട്, കാശ്മീർ ഉണ്ട്, ചണ്ഡീഗഡ് ഉണ്ട്, ഡൽഹി ഉണ്ട്. ഇതിലേതാണ് ബ്യൂട്ടിഫുൾ സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് എന്നറിയോ? അത് ചണ്ഡീഗഡ് ആണ്. ഏതാണ്? ചണ്ഡീഗഡ് ആണ്. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഇനി നമുക്ക് നമ്മോട് ചോദിക്കാം, ഏതാണ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത്? അത് ഏതാണെന്നറിയോ? ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത് ആന്ധ്രാപ്രദേശ് ആണ്. ഏതാണ്? ആന്ധ്രാപ്രദേശ് ആണ് ഇന്ത്യയുടെ മുട്ടപ്പാത്രം എന്നറിയപ്പെടുന്നത്. കോഹിന്നൂർ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? അതും ആന്ധ്രാപ്രദേശ് ആണ്. കോഹിന്നൂർ ഓഫ് ഇന്ത്യ. പിന്നെ ഹൈദരാബാദ് അറിയപ്പെടുന്നത് എന്തൊക്കെയെന്നറിയോ? ഈ ഹൈടെക് സിറ്റി. എന്താ അറിയപ്പെടുന്നത്? ഹൈടെക് സിറ്റി എന്നറിയപ്പെടുന്നുണ്ട്. പിന്നെന്താ അറിയപ്പെടുന്നത്? ഭാഗ്യനഗരം, പിന്നെ വളകളുടെ നഗരം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ഈ നമ്മുടെ ഹൈദരാബാദ് ആണ്. പിന്നെ തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ഉണ്ടല്ലോ, തൂത്തുക്കുടി, അതറിയപ്പെടുന്നത് എന്താണെന്നറിയോ? മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. മുത്തുകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തൂത്തുക്കുടിയാണ്. അതും ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി അതുപോലെ എന്താണ് ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനം എന്നറിയോ? ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് അത് മണിപ്പൂരാണ്. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്നത് മണിപ്പൂരാണ്. പിന്നെ തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ, കർഷകരുടെ സ്വർണം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഏതാണെന്നറിയോ? അത് തഞ്ചാവൂരാണ്. തെക്കേ ഇന്ത്യയുടെ ധാന്യക്കലവറ, അതുപോലെ കർഷകരുടെ സ്വർഗം എന്നൊക്കെ അറിയപ്പെടുന്നത്
തഞ്ചാവൂരാണ് എന്നുള്ളതും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ നമ്മുടെ ബാംഗ്ലൂർ സിറ്റിക്ക് ഒരുപാട് വിശേഷണങ്ങളുണ്ട്. ഏതൊക്കെയാന്ന് വെച്ചാൽ ഇന്ത്യയുടെ ആത്മഹത്യാ പട്ടണം, ഇന്ത്യയുടെ പൂന്തോട്ട നഗരം, അതുപോലെ ബഹിരാകാശ നഗരം, സിലിക്കൺ വാലി, പിന്നെ പെൻഷനേഴ്സ് പാരഡൈസ്, ഇലക്ട്രോണിക്സ് നഗരം, പിന്നെ അവസരങ്ങളുടെ നഗരം, റേഡിയോ സിറ്റി, ഇതൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? ബാംഗ്ലൂരാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ പിന്നെയുണ്ട്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം, അതൊക്കെ ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഏത് സംസ്ഥാനമാണ്? അത് ഉത്തർപ്രദേശാണ് കേട്ടോ. ഉത്തർപ്രദേശാണ് ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത്. പിന്നെ പറയാനുള്ളത് ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് പാനിപ്പത്താണ്. ഇന്ത്യയുടെ നെയ്ത്ത് പട്ടണം എന്നറിയപ്പെടുന്നത് പാനിപ്പത്താണെന്ന് ഓർത്ത് വെക്കുക. പിന്നെ സോളാർ സിറ്റി, സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത് ഏതാണ്? അത് അമൃത്സറാണ്. അമൃത്സറാണ് എന്തെന്നറിയപ്പെടുന്നത്? സോളാർ സിറ്റി എന്നറിയപ്പെടുന്നത്. പിന്നെ കിഴക്കിന്റെ പറുദീസ, കിഴക്കിന്റെ പറുദീസ ഏതാണ്? അത് ഗോവയാണ് അല്ലേ. കിഴക്കിന്റെ പറുദീസ എന്നറിയപ്പെടുന്നത് അത് ഗോവയാണ്. ഇത്രയും കിട്ടുമല്ലോ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ്? എന്താണ് ക്വസ്റ്റ്യന്? ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് എന്നതാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏതാണ്? പഞ്ചായത്തിലാണോ, അതല്ല ഗ്രാമസഭയിലാണോ, വാർഡ് കമ്മിറ്റിയിലാണോ, അയൽക്കൂട്ടത്തിലാണോ ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതിയൊക്കെ തയ്യാറാക്കുന്നത്? അതാണ് എവിടെ? ഗ്രാമസഭയിൽ അല്ലേ. ഗ്രാമസഭയിലാണെന്നറിയാലോ. അപ്പോൾ ഈ ഗ്രാമസഭ എന്ന് പറയുമ്പോൾ എന്താണ്? പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കേട്ടോ. അതുപോലെ ഇതിനെക്കുറിച്ച്, ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതെന്ന് ചോദിച്ചാൽ അത് ഏതാണെന്നറിയോ? 243A ആണ്. 243A ആണ് ഗ്രാമസഭയെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് എന്ന് പറയുന്നത്. ഈ ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത് ആരാന്ന് ചോദിക്കാം. ആരാണ്? മെമ്പറാണ് അല്ലേ. വാർഡ് മെമ്പറാണ് ഗ്രാമസഭ വിളിച്ചു ചേർക്കുന്നത്. ഈ ഗ്രാമസഭയിൽ അധ്യക്ഷത ആരായിരിക്കും? അധ്യക്ഷത വഹിക്കുന്നത് ആരായിരിക്കും? അത് പ്രസിഡന്റ് അല്ലേ. പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കും അധ്യക്ഷത വഹിക്കുന്നത് എന്ന് ഓർത്തു വെക്കുക. ഇപ്പോ അതുപോലെ പഞ്ചായത്ത് രാജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാന്നറിയോ? പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് നെഹ്റു ആണ് അല്ലേ. ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് പഞ്ചായത്ത് രാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അതുപോലെ ഗ്രാമസ്വരാജ് അല്ലേ. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? അത് മഹാത്മാഗാന്ധിയാണ്. ഗ്രാമസ്വരാജ് എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് മഹാത്മാഗാന്ധിയാണ്. അറിയാലോ. പിന്നെ എന്താണ്? ജനകീയാസൂത്രണം. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ആരാണ്? MN റോയി ആണ്. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് MN റോയി ആണ്. അതൊക്കെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ എന്താണ്, അത്രയും കാര്യം ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർത്ത് വെച്ചേക്കുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയ വർഷം എന്നാണ്? എന്നാണ് സ്ത്രീധന നിരോധന നിയമം പാസ്സാക്കിയത്? എന്നാണെന്നറിയോ? 1961 സ്ത്രീധന നിരോധന നിയമം എന്ത് ചെയ്തിട്ടുള്ളത്? പാസ്സാക്കിയത് എന്നുള്ളത് ഓർത്തു വെച്ചേക്കുക കേട്ടോ. 1961. ഇനി എന്താണ് ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയതെന്നറിയോ? ഗാർഹിക പീഡന നിരോധന നിയമം പാസ്സാക്കിയത് അത് 2005 എന്നാണ്. 2005 സെപ്റ്റംബർ അല്ലെ. സെപ്റ്റംബർ ഏത് തീയതിയെന്നറിയോ? സെപ്റ്റംബർ 13. ഇനി അതുപോലെ 2006 ഒക്ടോബർ 26 ഒരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? ഇന്ത്യയിൽ ഗാർഹിക പീഡന നിരോധന നിയമം നിലവിൽ വന്നത്. അതെന്നാണ്? 2006 അല്ലെ. 2006 ഒക്ടോബർ 26 എന്ത് ചെയ്തു? ഇത് നിലവിൽ വന്നു. എന്ത്? ഗാർഹിക പീഡന നിരോധന നിയമം. ഇനി നോക്കാനുള്ളത് നമ്മുടെ എന്താണ്? ഈ സ്ത്രീ പുരുഷ തുല്യത ലഭ്യമാക്കുക എന്നത്
ഭരണകൂടത്തിന്റെ കടമയാക്കിയ UN ഉടമ്പടി ഏത് വർഷമാണ് നടന്നതെന്ന് അറിയോ? 1979 ഉടമ്പടിയാണ്. സ്ത്രീ വിമോചന നിവാരണ പരിപാടി ഏത് വർഷമാണ്, ഏത് ഡേറ്റ് ആണെന്ന് ചോദിച്ചാല് 1979 ഡിസംബർ 18 എന്നുള്ളതും കൂടെ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. പിന്നെ എന്നാ ദേശീയ, അതുമായി ബന്ധപ്പെട്ടൊക്കെ പറയുമ്പോൾ വിട്ടു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത്? ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത് 2013 സെപ്റ്റംബർ 12 ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമം നിലവിൽ വന്നത്. അതുപോലെ എന്താണ് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം ഉണ്ട് അല്ലെ, അതെന്താണ്? അത് 1986 എന്നാണ് ഡിസംബർ 24 എന്തെന്ന് പറയുന്നത്? ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇത് എന്താണ് ദേശീയ ഭക്ഷ്യ സുരക്ഷാ നിയമവും ഇത് ദേശീയ ഉപഭോക്തൃ സംരക്ഷണ നിയമം നിലവിൽ വന്നതുമാണെന്നുള്ളത് കൂടെ ഓർത്തു വെക്കുക കേട്ടോ. അതുപോലെ എന്താണ് SC/ST, അതായത് പ്രിവെൻഷൻ ഓഫ് എന്താണ് ഓട്രോസിറ്റീസ് ആക്ട് അല്ലെ, എന്താണ് അത് ആ നിയമം പാസ്സാക്കിയതെന്നറിയോ? അതും കൂടെ അതിന്റെ കൂടെ പഠിച്ചു വെച്ചേക്കുക. 1989 കേട്ടോ. SC/ST അഥവാ പ്രിവെൻഷൻ ഓഫ് ഓട്രോസിറ്റീസ് ആക്ട് നിയമം പാസ്സാക്കിയത് എന്ന് ചോദിച്ചാല് 1989. ഓക്കെ, അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത്, ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഈ ബിഹു ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ആസാമാണോ, അരുണാചൽ പ്രദേശ് ആണോ, മണിപ്പൂരാണോ, ത്രിപുരയാണോ ബിഹു എന്ന് പറയുന്നത്? അത് ആസാമാണ് അല്ലെ. ആസാമിലെ എന്താണ് നൃത്തരൂപമാണ് ബിഹു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ് നമ്മുടെ, അതായത് കേരളത്തിന്റെ നൃത്തരൂപമാണ് ഏതൊക്കെയാണെന്നറിയോ? മോഹിനിയാട്ടം, ഓട്ടംതുള്ളൽ, കഥകളി എന്നൊക്കെ പറയുന്നത് കേരളം അല്ലെ, കേരളത്തിൻ്റെതാണ് എന്നുള്ളത് ഓർത്തു വെക്കുക. ഏതൊക്കെയുണ്ട്? മോഹിനിയാട്ടം, അതുപോലെ ഓട്ടംതുള്ളൽ, ദെൻ കഥകളി, ഇതൊക്കെ എന്താണ്? കേരളം. ഇനി ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെന്ന് അറിയോ? അത് തമിഴ്നാടിന്റെ. അതുപോലെ കോലാട്ടം, മയിലാട്ടം, ഇതൊക്കെ എന്തിൻ്റെയാണ്? തമിഴ്നാടിൻ്റെതാണെന്നുള്ളത് കൂടെ ഒന്ന് ഓർത്തു വെക്കുക. അതുപോലെ തെരുക്കൂത്തുണ്ട്, തെരുക്കൂത്ത് അറിയോ? അതുണ്ട്. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം ഏതെന്നറിയോ? അത് കുച്ചിപ്പുടിയാണ്. ആന്ധ്രാപ്രദേശിന്റെ നൃത്തരൂപം എന്ന് പറയുന്നത് കുച്ചിപ്പുടിയാണ്. പിന്നെ തമാശയുണ്ട്, തമാശ ഏത് സംസ്ഥാനത്തിൻ്റെന്ന് അറിയോ? മഹാരാഷ്ട്ര. അതുപോലെ ഗുജറാത്തിന്റെ ചോദിച്ചിട്ടുള്ള ഒന്നാണ് ഏത്? ഗർഭ എന്ന് പറയുന്നത്. ഏതാണ്? ഗർഭ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെതാണ് കേട്ടോ. ഗർഭ എന്ന് പറയുന്നത് ഗുജറാത്തിൻ്റെതാണ്. അതുപോലെ ഗുജറാത്തിന് മറ്റൊന്നുണ്ട്, ദണ്ഡിയ. ദണ്ഡിയ. പിന്നെ ഖയാലി, ഘുമർ, അതൊക്കെ രാജസ്ഥാൻ്റെ ആണ്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് കഥക്. കഥക് ഏതിൻ്റെതാണെന്ന് അറിയോ? ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഉത്തർപ്രദേശിൻ്റെതാണ്. കഥക് ഉണ്ട് ഉത്തർപ്രദേശിന്. അതുപോലെ നൗട്ടങ്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, രാസലീല എന്ന് പറയുന്നുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത്, ഇത് നമ്മുടെ കർണാടകയുടേത് ഏതാണെന്ന് അറിയോ? അത് എന്താണ്? യക്ഷഗാനം അല്ലെ. യക്ഷഗാനം അറിയാലോ, അത് കർണാടകയുടേതാണെന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ സാത്രിയ ആസാമിൻ്റെയാണ്. പിന്നെ ഏതാണ്? കത്തി എന്ന് പറയും, അത് വെസ്റ്റ് ബംഗാളിന്റെ. ബാബൂള്, കത്തി എന്നൊക്കെ പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. മണിപ്പൂരിൻ്റെത് മണിപ്പൂരിയാണ് കേട്ടോ. ഒഡീസി ഒഡീഷൻ്റെതാണ്. പഞ്ചാബിൻ്റെത് ബംഗ്ര. എന്താണ് പഞ്ചാബിന്റെ നൃത്തരൂപം എന്ന് പറയുന്നത്? അത് ബംഗ്രയാണ്. പിന്നെ അങ്ങനെയൊക്കെ. ബാംബു നൃത്തം എന്ന് പറയുന്നത് മിസോറാം. ബാംബു നൃത്തം എന്ന് പറയുന്നത് മിസോറാമിൻ്റെതാണ്. ഓക്കെ, അത്രയും ഓർത്തു വെക്കുക കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായ നികുതി ഏതാണ്? കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ടുള്ള നികുതി ഇതിലേതാണെന്നറിയോ?
വാഹന നികുതിയാണോ, തൊഴിൽ നികുതിയാണോ, എക്സൈസ് ഡ്യൂട്ടിയാണോ, വിൽപ്പന നികുതിയാണോ കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ടുള്ള നികുതി എന്ന് പറയുന്നത്? അത് വിൽപ്പന നികുതിയാണ്. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ. എന്താണ് ഇപ്പോൾ നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് പറയുന്നത് സംസ്ഥാന GST ആണ്. നികുതി ചുമത്തപ്പെടുന്നയാള് നേരിട്ട് നൽകുന്ന നികുതിയെയാണ് എന്തെന്ന് പറയുന്നത്? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. നികുതി ചുമത്തപ്പെടുന്നയാള് നേരിട്ട് നൽകുന്ന നികുതിയെ നമുക്ക് എന്ത് പറയാം? പ്രത്യക്ഷ നികുതി എന്ന് പറയാം. ഇനി ആദായ നികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വാഹന നികുതി, പരസ്യ നികുതി, പിന്നെന്താണ് ഭൂനികുതി, ഇതൊക്കെ എന്താണ്? അപ്പോൾ പ്രത്യക്ഷ നികുതിയാണ്. അതായത് നികുതി ചുമത്തപ്പെടുന്നയാൾ എന്ത് ചെയ്യാണ്? നേരിട്ട് നൽകുക അല്ലെ, അതാണ് ഏതെന്ന് പറയുന്നത്? പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഏതൊക്കെ പറഞ്ഞത്? പ്രത്യക്ഷ നികുതിക്ക് എക്സാമ്പിള് ആദായ നികുതി, അതുപോലെ ഏതുണ്ട്? കെട്ടിട നികുതി, പിന്നെ ഏതുണ്ട്? തൊഴിൽ നികുതി, വാഹന നികുതി, പിന്നെ പരസ്യ നികുതി, ഭൂനികുതി, ഇതൊക്കെ പ്രത്യക്ഷ നികുതി. ഇനി ഒരാള് അയാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഒന്നെങ്കിൽ പൂർണ്ണമായിട്ടോ അല്ലെങ്കിൽ ഭാഗികമായോ മറ്റൊരാള് നൽകേണ്ടി വരുന്നതാണ് എന്തെന്ന് പറയുന്നത്? പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് എക്സൈസ് നികുതി, അതുപോലെ വിനോദ നികുതി, പിന്നെ വിൽപ്പന നികുതി, പിന്നെന്താണ് സേവന നികുതി, മൂല്യവർദ്ധിത നികുതി തുടങ്ങിയവ. ഏതൊക്കെയുണ്ട് പരോക്ഷ നികുതിയിൽ? പരോക്ഷ നികുതി എന്ന് പറയുമ്പം അല്ലേ, എന്താ മനസ്സിലായല്ലോ? ഈ പരോക്ഷ നികുതിയിൽ വരുന്നതാണ് ഏതെന്ന് പറയുന്നത്? എക്സൈസ് നികുതി, വിനോദ നികുതി, വിൽപ്പന നികുതി, പിന്നെന്താണ് സേവന നികുതി, മൂല്യവർദ്ധിത നികുതി തുടങ്ങിയവ. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്താണെന്നറിയോ? കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് അത് കോർപ്പറേറ്റ് നികുതിയാണ്. ഏതാണ്? കോർപ്പറേറ്റ് നികുതിയാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാന നികുതി എന്ന് പറയുന്നത്. എന്താണ്? കോർപ്പറേറ്റ് നികുതി. കോർപ്പറേറ്റ് നികുതിയാണ് എന്നുള്ളത് ഓർത്ത് വെക്കുക കേട്ടോ. പിന്നെ നോക്കാനുള്ളത് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രധാനപ്പെട്ട രണ്ടാമത്തെ വരുമാന മാർഗം ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തു പറയാം? എക്സൈസ് നികുതി എന്ന് പറയാം. ലോകത്ത് ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം ഏതാണെന്നറിയോ? ലോകത്ത് ആദ്യമായിട്ട് നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത് അതേതാണ്? അത് ഈജിപ്താണ് ലോകത്ത് ആദ്യമായിട്ട് എന്ത് പറയുന്നത്? നികുതി ഏർപ്പെടുത്തിയ രാജ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം ചോദിച്ചാൽ അത് ഏതാണെന്നറിയോ? അത് ജപ്പാനാണ്. ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ നികുതി നിരക്കുള്ള രാജ്യം എന്ന് പറയുന്നത് ജപ്പാനാണ്. ഇനി ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നികുതിദായകരുള്ള പട്ടണം എന്ന് പറയുന്നത് കൊൽക്കത്തയാണ്. നികുതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ എത്രയാണെന്നറിയോ? വളരെ ഇമ്പോർട്ടന്റ് ആണ്. 265 ആണ് എന്തെന്ന് പറയുന്നത്? നികുതിയെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 265 ട്ടോ. പിന്നെ ഇന്ത്യയിൽ നികുതി പരിഷ്കരണത്തിന് നിർദ്ദേശം ചെയ്ത കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ രാജ ചെല്ലയ്യ കമ്മിറ്റിയാണ്. അതുപോലെ ഇന്ത്യയിൽ പ്രത്യക്ഷ പരോക്ഷ നികുതിയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ ഇന്ത്യയിൽ പ്രത്യക്ഷ അതുപോലെ പരോക്ഷ നികുതിയെ പറ്റി പഠിച്ച കമ്മിറ്റി ഏതെന്ന് ചോദിച്ചാൽ അത് വിജയ് ഖേൽക്കർ കമ്മിറ്റിയാണ്. ഏതാണ് കമ്മിറ്റി? വിജയ് ഖേൽക്കർ കമ്മിറ്റി. ഏതാണ് കമ്മിറ്റി? വിജയ് ഖേൽക്കർ കമ്മിറ്റിയാണ് ഇന്ത്യയിൽ പ്രത്യക്ഷ പരോക്ഷ നികുതിയെക്കുറിച്ച് പഠിച്ച കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ആദായ നികുതി നിലവിൽ വന്ന വർഷം ചോദിച്ചാൽ അത് 1962 ഏപ്രിൽ 1-നാണ്. 1962 ഏപ്രിൽ 1-നാണ് ആദായ നികുതി നിലവിൽ വന്നത്. ഇനി വാറ്റ് ഉണ്ടല്ലോ, വാറ്റ് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് 1954 എവിടെയാണ്? ഫ്രാൻസിലാണ് ട്ടോ. എവിടെയാണ്? ഫ്രാൻസിലാണെന്നുള്ളത് ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കാം. പിന്നെന്താണ്? പിന്നെ പറയുമ്പോൾ ഏഷ്യയിൽ ആദ്യമായിട്ട് വാറ്റ് നടപ്പിലാക്കിയ രാജ്യം അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഏഷ്യയിൽ ആദ്യമായിട്ട് വാറ്റ് നടപ്പിലാക്കിയത് അത് ദക്ഷിണാഫ്രിക്കയിലാണ്. എവിടെയാണ്? ദക്ഷിണാഫ്രിക്കയിലാണ് ഏഷ്യയിൽ ആദ്യമായിട്ട് വാറ്റ് നടപ്പിലാക്കിയത്. പിന്നെ ഇന്ത്യയിൽ എന്നാണ് വാറ്റ് നിലവിൽ വന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ 1954 ആദ്യം ഫ്രാൻസിലാണെന്ന് പറഞ്ഞു അല്ലേ? ഓക്കെ. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട്
വാറ്റ് നിലവിൽ വന്നത് 2005 ഏപ്രിൽ 1-നാണ്. എന്നാണ് 2005 ഏപ്രിൽ 1-നായിരുന്നു. ഓക്കെ, അപ്പോൾ ഇത് ആദ്യമായിട്ട് നിലവിൽ വന്ന സംസ്ഥാനം ഏതായിരുന്നു എന്നറിയോ? അത് ഹരിയാന. ഹരിയാനയിലായിരുന്നു ആദ്യമായിട്ട് വാറ്റ് നിലവിൽ വന്നത്. ഇനി കാർബൺ നികുതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം ഏതാണെന്നറിയോ? കാർബൺ നികുതി അത് ന്യൂസിലാൻഡാണ് കാർബൺ നികുതി ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത്. അതുപോലെ ഉപ്പ് നികുതി ഉണ്ട്, അത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത് അത് ചൈനയാണ്. പിന്നെ കൊഴുപ്പ് നികുതി, ഫാറ്റ് ടാക്സ് എന്ന് പറയും. ഫാറ്റ് ടാക്സ് എന്ന് പറയും. ഇതെന്താണ്? ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയ രാജ്യം എവിടെയാണെന്ന് ചോദിച്ചാൽ ഡെൻമാർക്ക്. എവിടെയാണ്? ഡെൻമാർക്കിലാണ് എന്നുള്ളതും കൂടെ ഒന്ന് ഓർക്കുക കേട്ടോ. പിന്നെ എന്താ, ഇന്ത്യയിൽ ആണെങ്കിൽ ഇന്ത്യയിൽ ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം എന്ന് പറയുന്നത് അത് ബീഹാറിലാണ്. അതുപോലെ ഇന്ത്യയിൽ ഫാറ്റ് ടാക്സ് ഏർപ്പെടുത്തിയ രണ്ടാമത്തെ സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഇത്രയും ക്വസ്റ്റ്യൻസ് മതി. 25 മിനിറ്റോളം ഉണ്ട്. ഇത്രയും നിങ്ങൾക്ക് മാക്സിമം 25 മിനിറ്റ് ആണ് ശരിക്കും എന്തെന്ന് പറയുന്നത്, ഒരു ആൾക്ക് കൃത്യമായിട്ട് അതിൽ ശ്രദ്ധിച്ചിരിക്കാനായിട്ട് പറ്റുള്ളൂ അല്ലേ, ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ. അപ്പോൾ തൽക്കാലം ഇന്നത്തേക്ക് ഇത്രയും മതി. പിന്നെ എന്ത് ചെയ്യാം, നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ശരി. ഈ പറഞ്ഞിട്ടുള്ളതും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൃത്യമായിട്ട് പഠിക്കുക. ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ വേണമെങ്കിൽ ഒന്ന് പറയാം. ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. കാവേരി, കൃഷ്ണ, താപ്തി, തുംഗഭദ്ര. ഇതിൽ ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി എന്ന് പറയുന്നത് അതേതാണ്? താപ്തി നദിയാണ് കേട്ടോ. ഓക്കെ, അപ്പം ശരി, കൃത്യമായിട്ട് പഠിക്കുക. നാളെ ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സെഷനുമായിട്ട് വീണ്ടും കാണാം. അപ്പം ശരി, താങ്ക് യു.